ഹലോ കൂട്ടുകാരെ, അപ്പോൾ കാശ്മീർ വ്ളോഗിൻ്റെ മൂന്നാമത്തെ വ്ളോഗാട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് 6:30 തന്നെ നമ്മളന്ന് 6:30 തന്നെ കയറിയായിരുന്നു വാനിൽ റെഡിയായിട്ട്. അപ്പോൾ ക്ലാരിറ്റി ഇത്തിരി കുറവുണ്ട് വീഡിയോയ്ക്ക്, അതൊന്നും വിചാരിക്കരുത്. ഇത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ നിന്നൊക്കെ ഞാൻ വീഡിയോ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ടാവും. ഡ്രൈവർ നമുക്ക് കുറച്ച് പാട്ടൊക്കെ ഇട്ട് വന്നിട്ടാണ്, ഹിന്ദി സോങ്സ് ആയിരുന്നു. എല്ലാവരും കൂടി അടിച്ചു വിളിച്ച് കൈയൊക്കെ അടിച്ചു വിളിച്ച് ഡാൻസൊക്കെ ചെയ്ത് നമ്മൾ ജാസ്മിൻ്റെ പറഞ്ഞ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. എൻജോയ് ചെയ്ത് നമ്മൾ ഗുൽമർഗ് എത്തിയിട്ടോ. അവിടെ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഗൊണ്ടോല റൈഡാണ് നടത്തുന്നത്. ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്. അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയതും നീളം കൂടിയതുമായിട്ടുള്ള കേബിൾ കാറുകളാട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ കേബിൾ കാറിൽ ഫസ്റ്റ് ഫേസിൽ ചെന്നിട്ട് നമുക്ക് കുറച്ച് ആക്ടിവിറ്റിയൊക്കെ ചെയ്യാവുന്ന ഏരിയയൊക്കെ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഡിസംബറിൽ സ്നോ ആക്ടിവിറ്റി നടക്കുന്ന സ്ഥലം കേട്ടോ. ഇത് താഴെ കാണുന്നത് മഡ് ഹൗസുകളാണ്, ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ മഡ് വെച്ച് വിരിച്ചേക്കെ റൂഫൊക്കെ തണുപ്പടിക്കാണ്ടിരിക്കാൻ. അപ്പോൾ നമ്മുടെ ആശ അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. നല്ല വ്യൂ ആട്ടോ. ഈ കേബിൾ കാറിൽ ഇരുന്നുകൊണ്ട് നമുക്ക് 4 സൈഡും ഗ്ലാസ് ആയതുകൊണ്ട് ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതിമനോഹരമാണ്. പച്ചപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുക, മരങ്ങളൊക്കെ ആണെങ്കിലും പൈൻ ട്രീ ഒക്കെയാണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേബിൾ കാറിൽ കയറാനായിട്ട്. ഫസ്റ്റ് ടൈമായിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലേ. എന്നാലും കയറി വണ്ടി അതിങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പേടിയൊക്കെ മാറിയിട്ടോ. നല്ല തണുപ്പായിക്കൊണ്ടിരിക്കുക, മുകളിലേക്ക് കയറും തോറും നല്ല തണുപ്പാട്ടോ. അപ്പോൾ അവർ ഇൻസ്ട്രക്ഷൻ പറയണ്ടായിരുന്നു. ഫസ്റ്റ് ഫേസ് 800, സെക്കൻഡ് ഫേസും കൂടി ആണെങ്കിൽ 1000 റുപ്പീസ്. അപ്പോൾ ബ്രീത്തിങ് ഇഷ്യൂ ഉള്ളവരോ അല്ലെങ്കിൽ ഹാർട്ട് പ്രോബ്ലം ഉള്ളവരൊക്കെ സെക്കൻഡ് ഫേസ് ചൂസ് ചെയ്യരുതു എന്ന് അവരിങ്ങനെ ഇൻസ്ട്രക്ഷൻ എടുത്തിട്ടുണ്ടായി. അപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമോ എന്ന്. എന്നാലും ഇവിടം വരെ കാശ്മീർ വരെ വന്നിട്ട് ഇതൊക്കെ കാണാണ്ട് പോകണത് എങ്ങനെയാണെന്ന് ഓർത്ത് നമ്മൾ ധൈര്യം സംഭരിച്ച് എല്ലാവരും സെക്കൻഡ് ഫേസിലെത്തിയിട്ടോ. അടിപൊളി വ്യൂ ആണ്, നല്ല തണുപ്പുമാണ്. പക്ഷേ തണുപ്പത്തും ഞങ്ങൾ ഡാൻസും ഒക്കെ നിർത്തിയൊന്നുമില്ല കേട്ടോ. റീൽസൊക്കെ എടുത്തു അവിടെ നിന്നുകൊണ്ട്. അടിപൊളി വ്യൂ ആണ്, മൊത്തം ഇങ്ങനെ മൗണ്ടൻസൊക്കെയാണ്. നല്ല തണുപ്പാണ്. നമ്മുടെ ഷാനു ഇവിടെ ഫോട്ടോയ്ക്ക് വേണ്ടിയോ വീഡിയോയ്ക്ക് വേണ്ടിയൊക്കെ പോസ് ചെയ്യുക കേട്ടോ. അപ്പം അങ്ങനെ നടന്ന് ഏത് ആംഗിളിൽ നിന്നാലാണ് അടിപൊളി വ്യൂ കിട്ടണേ എന്നുള്ളത് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടാണ് പുള്ളിക്കാരത്തിയുടെ നടപ്പ് കേട്ടോ. അങ്ങനെ എല്ലാവരും തന്നെ, നമ്മൾ മാത്രമല്ല, ഇപ്പോൾ അവിടെ വന്നേക്കണവരൊക്കെ ആണെങ്കിലും ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കുക കേട്ടോ. ആ പോണ 2 പുള്ളികൾ നമ്മുടെ കൂടെ ഉള്ളവരല്ല കേട്ടോ, വേറെ ആൾക്കാരാണ്. വേറെ ഗ്യാങ്ങായിട്ട് വന്നേക്കണവരാണ്. അപ്പോൾ എൻ്റെ കണ്ണ് പോയത് അവിടെ താഴെയൊക്കെയാണ് കേട്ടോ. താഴെയെന്ന് വെച്ചാൽ ഒത്തിരി പൂക്കളുണ്ട് കേട്ടോ, പല തരത്തിലുള്ള പൂക്കൾ. നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത വെറൈറ്റി ഫ്ലവേഴ്സാട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഫോട്ടോസ് എടുക്കുകയാണ് ചെയ്തത്. നല്ല അതിമനോഹരമാണ്. അതുകൊണ്ട് തന്നെ അതിന് മെഡോസ് ഓഫ് ഫ്ലവേഴ്സ് എന്നാണ് ഗുൽമർഗിനെ പറയണത്. അതുകൊണ്ട് ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ഉള്ളതുകൊണ്ട്. ഇതാ അടുത്ത റീല് ഉടനെ വരുന്നുണ്ട്. അത് പ്രീതിയാണ്. ആശയുടെ ഇൻസ്ട്രക്ഷനിൽ പ്രീതി ഇങ്ങനെ പോസ് ചെയ്യുക കേട്ടോ. എല്ലാവരും എൻജോയ് ചെയ്തു. എന്ന് വെച്ചാൽ എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ 3 ദിവസം. റീൽസ്. അത് കഴിഞ്ഞ് നമ്മൾക്ക് വിശന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ന്യൂഡിൽസാണ് അവിടെ കിട്ടണത് മെയിനായിട്ട്. അത് വാങ്ങി കഴിച്ചു. വിശപ്പിൻ്റെ ആണോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അല്ലേ മോഹൻലാൽ ടീ പൗഡറിൻ്റെ പരസ്യത്തിൽ പറയണം ഉയരം കൂടുന്തോറും ടീയുടെ രുചി കൂടുമെന്ന് പറയണോ അല്ലേ. ഉയരം കൂടിയതുകൊണ്ടാണോ എന്നറിയില്ല, മാഗിയുടെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റായിരുന്നു. സാധാരണ നമ്മളിവിടെ കഴിക്കുന്ന 2 മിനിറ്റ്സ് മാഗിയാണ്, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. റേറ്റും അത്യാവശ്യം ഉണ്ടായിരുന്നു, 100 റുപ്പിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും തിരിച്ച് വന്ന് വീണ്ടും ഫോട്ടോസ്. ആശയുടെ പുറകെ ഇങ്ങനെ എല്ലാവരും ഓടുക. അത് കഴിഞ്ഞ് ഓൺ ദ വേ നമുക്കൊരു വാട്ടർഫോൾസ് കണ്ടു കേട്ടോ. ഡ്രൈവർ അവിടെ വണ്ടി നിർത്തി നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ ഹെൽപ്പ് ചെയ്തു. നല്ല ഹെൽപ്ഫുള്ളായിരുന്നു ആൾ കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് സ്ട്രീറ്റിൽ പോയി. അവിടെ ഒത്തിരി വെറൈറ്റി സ്നാക്സും സ്വീറ്റ്സും ഒക്കെ സെയിലിന് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് കണ്ടേ ഉള്ളൂ, ഒന്നും ടേസ്റ്റൊന്നും ചെയ്തില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷാലിമാർ ഗാർഡൻ, അത് ജഹാംഗീറിൻ്റെ കാലത്ത് പണികഴിപ്പിച്ചതാണ്. 1690 പണികഴിപ്പിച്ച പാലസ്, ചെറിയ പാലസും ഗാർഡനും കൂടി ഇതാട്ടോ. അതിവിശാലമാണ് അവിടെ. പക്ഷേ ചെടികളൊക്കെ ഇങ്ങനെ നട്ട് വരണേ ഉള്ളൂ, സീസൺ ആവണേ ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ നിറച്ച് ചിനാർ മരങ്ങളാണ്.
ചിനാർ മരങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ അത് സീസൺ അനുസരിച്ച് അതിൻ്റെ ഇലകൾ പൊഴിയും കളറ് മാറുകയൊക്കെ ചെയ്യും കേട്ടോ. ഇതേ പിന്നെയും റീൽസ്, ഈ പാട്ട് ഏതാണെന്നറിയാമല്ലോ, ക്ലാസ്മേറ്റ് സിനിമയിലെ കാറ്റാടിത്തണലും എന്നുള്ള പാട്ടാണ്. അത് വെച്ചിട്ട് റീൽസ് ഞങ്ങൾ എന്താ പറയുക, 3 ദിവസം എവറി മൊമെൻറ്റും ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ. ഞങ്ങളും കൊച്ചു കുട്ടികളെ പോലെയായി, പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഗാർഡൻ മുഴുവൻ നടന്ന് കണ്ടു. ഫ്ലവേഴ്സും പിന്നെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെയാണ് നിറച്ച് മഞ്ഞുമലകളാട്ടോ. ദൂരെയൊക്കെ നോക്കിയാലും മഞ്ഞുമലകളാണ് കാണാൻ കഴിയണേ. അത് കഴിഞ്ഞ് നമ്മൾ ആൽ തടാകത്തിൽ അവിടെ ഷിക്കാര ബോട്ടിങ് അതാണ് നടത്തിയത്. നമ്മൾ സിനിമയിലും പിക്ചറിലൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളല്ലോ. അപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി പോയിട്ടാ. നല്ല അടിപൊളി ഈവനിങ് ആയിരുന്നു നമ്മുടെ അത്. ഹൗസ് ബോട്ടുകളൊക്കെ എന്ന് വെച്ചാൽ പണ്ടത്തെ കൊട്ടാരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള നിർമ്മിതികളൊക്കെ ആയിരുന്നു കേട്ടോ. ഒരു ബോട്ടിൽ 4 പേർക്ക് കയറാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 4 പേര് വെച്ച് ബോട്ടിങ് നടത്തി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റാട്ടോ. ഒത്തിരി ആളുകൾ ഇങ്ങനെ ബോട്ടിൽ വന്ന് കച്ചവടം ചെയ്യുന്നുണ്ട്. മാല, വള, പിന്നെ കാശ്മീരി ഷോള്, ടോപ്പുകൾ, പിന്നെ ചായ, കാപ്പി, സ്നാക്സുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ വഞ്ചിക്കാർ ഒത്തിരി പേരുണ്ട്, പിന്നെ വിസിറ്റേഴ്സായ ആൾക്കാരും ഒക്കെ ഉണ്ട്. അടിപൊളി വ്യൂ ആണ്. ചുറ്റും ഈ പറഞ്ഞ പോലെ കാശ്മീർ എവിടെ നോക്കിയാലും മലനിരകളാണല്ലോ. അപ്പോൾ ഇതിൻ്റെയും ഈ ലേക്കിൻ്റെ ചുറ്റും നമ്മൾ നോക്കിയാലും മലനിരകളാണ്. അപ്പോൾ സൺസെറ്റ് ആകാറായി ഈവനിങ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ ആണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അടിപൊളി വ്യൂ ആയിരുന്നു. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കണതും ചുമന്നിരിക്കുക കേട്ടോ സ്കൈയൊക്കെ ആ സമയത്ത്. ഇതാ നമ്മുടെ ഷാനു വെള്ളത്തിൽ കളിക്കുക കേട്ടോ. ആരും ഇത് അനുകരിക്കരുതോ, വെള്ളത്തിൽ വീഴും. ഷാനുവും അപ്പുറത്ത് നമ്മുടെ അനിത, 2 പേരും വെള്ളത്തിൽ കളിക്കുക. ഹേമയാണെങ്കിൽ വീഡിയോ എടുക്കലതിൻ്റെ തിരക്കിലാണ്. നമ്മൾ ഏത് ആംഗിളിൽ എടുത്താലും നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഫോട്ടോസും വീഡിയോസും. അങ്ങ് ദൂരെ മലനിരകൾ കാണാം. അത് സ്നോ കൊണ്ട് നിറഞ്ഞിരിക്കണേ കേട്ടോ. അങ്ങോട്ടൊക്കെ സ്നോ ഇപ്പോഴും ഉണ്ട്, മാറിയിട്ടില്ല. നമുക്ക് പക്ഷേ സ്നോയൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. ഒരു നവംബർ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും തുടങ്ങും എന്ന് പറഞ്ഞ ഈ സ്ഥലങ്ങളിലൊക്കെ. പക്ഷെ നമുക്ക് സ്നോ വേണ്ടാന്ന് തന്നെ വിചാരിച്ചാൽ നമ്മൾ ഈ ടൈം ചൂസ് ചെയ്തത്, ഒക്ടോബർ മന്ത്. ഇത് വേറൊരു ബോട്ടുകാരൻ ഞങ്ങൾക്ക് എടുത്തു തന്ന കേട്ടോ വീഡിയോ. ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാറായി, നോക്ക് നല്ല വ്യൂ അല്ലേ, നല്ല ചുവന്ന കളറല്ലേ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ കാശ്മീരി എന്നിട്ട് കാശ്മീരി കബാബ് ടേസ്റ്റ് ചെയ്യാണ്ട് പോരാൻ പറ്റുമോ, അങ്ങനെ അതും ടേസ്റ്റ് ചെയ്തു. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അത് ബീഫും മട്ടനും ഒക്കെ ഉണ്ട് കേട്ടോ. കനലിൽ ചുട്ടെടുക്കല്ലേ, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ കുറേ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളെല്ലാവരും അത് കാണണം. ഞങ്ങളുടെ ഒരു സന്തോഷ നിമിഷങ്ങളാണ് അതിലൊക്കെ. അപ്പോൾ എല്ലാവരും കാണുക, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.